അത്യുന്നതനും കാരുണ്യവാനുമായ ത്രിയേകദൈവത്തിന് സ്തുതി. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഗാപ്പെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനം പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരും എല്ലാ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവത്തിന്റെ ഇഷ്ടം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നു, പ്രമാണങ്ങൾ അനുസരിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹോശേയയുടെ പുസ്തകം 14-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നു, കുറ്റം ഏറ്റു പറഞ്ഞ് കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു വരിക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു വ്യക്തിയുടെ നേരിൽ കണ്ട അനുഭവമാണ് ഇന്ന് നിങ്ങളോട് വിവരിക്കുന്നത്. അത് കണ്ടത് കൊണ്ട് എനിക്കും പ്രയോജനകരമായി, നിങ്ങൾക്കും ഒരു പക്ഷേ അത് പ്രയോജനകരമാകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഒരു സെബാസ്റ്റ്യൻ എന്നൊരു വ്യക്തി ഒരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പല തൊഴിലൊക്കെ ചെയ്ത് നോക്കി സ്വന്തമായിട്ട്, അതൊന്നും വിജയിച്ചില്ല. അങ്ങനെ വളരെ വിഷമാവസ്ഥയിലായിരുന്നു ഞാൻ കാണുമ്പോഴൊക്കെ. കുറച്ചാൾ അദ്ദേഹത്തെ കണ്ടില്ല. ഞാനൊരു യാത്ര കഴിഞ്ഞ് ഒരു സ്ഥലത്തെ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തി. അവിടെ ഏതാനും മിനിറ്റ് താമസമുണ്ട്. അപ്പൊ ഞാൻ ആ ബസ്സിലിരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. അതിന്റെ നടുക്ക് ഈ സെബാസ്റ്റ്യൻ അവിടെ നിന്നുണ്ട്, പ്രസംഗിക്കുന്ന പോലെ അതൊക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കി. അദ്ദേഹത്തിന്റെ തല മാത്രമേ കാണത്തുള്ള ആളുകൾ കൂടി നിൽക്കുകയാണ്. ഞാൻ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഈ ബസ് പോവുകയാണെങ്കിൽ മറ്റൊരു ബസ്സിൽ പോകാമെന്ന് കരുതി ഞാൻ അടുത്തേക്ക് ചെന്നു. ഒരാളുകളൊക്കെ കൂടി നിൽക്കുന്നു. അദ്ദേഹം അവരോടെല്ലാം ചിരിച്ചുകൊണ്ട് വളരെ മർമ്മമായ ഭാഷയിൽ പറയുകയാണ്, അവിടെ ഒരു ബെഡ്ഷീറ്റിൽ കുറെ കളിപ്പാട്ടങ്ങളും വീട്ടുപകരണങ്ങളും സ്ത്രീജനങ്ങൾക്ക് വേണ്ടി ചീപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ പല കളർഫുള്ളായിട്ട് സാധനത്തിലിട്ടിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാനത് വളരെ വിദൂരത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ സാധനങ്ങളൊന്നും ഇവിടെ വാങ്ങിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ ഇവിടെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കുക. വളരെ വില കുറച്ചാണ് തരുന്നത്. അത് ഞാൻ കൂടുതൽ സമയം നിൽക്കാത്തത് ഇവിടെയുള്ള മറ്റ് കടക്കാരൊക്കെ കംപ്ലൈൻറ്റ് ചെയ്താൽ എന്നെ ഇവിടെ പറഞ്ഞു വിടും. അപ്പോൾ ഇത് കേട്ടോണ്ട് ആളുകൾ അങ്ങനെ ഈ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ഈ കൗതുകത്തോടെ ഈ സാധനങ്ങൾ എടുക്കുന്നു, വാങ്ങിക്കുന്നു. കുറച്ചു പേരെല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് എന്നെ കാണുന്നത്. എന്നെ പതുക്കെ കണ്ണടച്ച് കാണിച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ പുതിയ പരിപാടി ഇതാണ്, ഇങ്ങനെയൊക്കെ വാഴ കഴിച്ചിട്ട് വിൽക്കും. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തപ്പിയെടുത്താൽ മതി, ഇത് കിട്ടുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം. എന്നെ ഒരാൾ ഇത് പഠിപ്പിച്ചതാണ്. ഞാനിവിടെ വന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ 1 മണിക്കൂർ കച്ചവടം നടത്തിയിട്ട് ഇതെല്ലാം കൂടെ പൊറിഞ്ഞു കിട്ടി വലിയ ചായക്കടയിൽ വെക്കും. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഞാൻ ഓരോ കെട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ചെന്ന് 1 മണിക്കൂർ അവിടെ നിൽക്കും. വേറെ സ്ഥലത്ത് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്ക് ചെന്ന് എൻ്റെ സമയമൊക്കെ ക്രമീകരിക്കുന്നതാണ്. ആ സമയത്ത് ഉള്ള കച്ചവടം മതി. എനിക്ക് സുഖമായിട്ട് എൻ്റെ കാര്യങ്ങൾ നടക്കും. വീട്ടിലെ കാര്യങ്ങളൊക്കെ അവളെ ചെറിയ ജോലി ഉണ്ടാക്കിക്കോളും. അതുകൊണ്ട് ഞാനിപ്പം സന്തോഷവാനാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തിരിച്ചു പോയി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ വീണ്ടും കണ്ടു. അപ്പോൾ അദ്ദേഹം വലിയ അവശനായിട്ട് ശരീരമൊക്കെ കൊണ്ടുപോകാനും വീർത്ത് എന്തൊരസുഖം മനസ്സിലാവുന്ന ഒരവസ്ഥയിലാണ്. ഞാൻ ചോദിച്ചു, നമുക്ക് എന്ത് പറ്റി? അപ്പം പറഞ്ഞു, ഈ പൈസ കിട്ടുന്നതുകൊണ്ടൊക്കെ രാത്രിക്ക്
അച്ഛനും ഉദ്യോഗം കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ കൂടി അങ്ങനെ രോഗിയായി പോയി. ചികിത്സിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവര് പറഞ്ഞു പല രോഗങ്ങളുണ്ട്, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യണം, ഒരു സമയം എടുക്കും, കുറച്ച് സാമ്പത്തികമാവും, വീട്ടിൽ നിന്ന് ആരും വന്നിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു. പറയാ ഞാൻ അവിടുന്ന് പിന്നെ വരാമെന്ന് പറഞ്ഞു. അവിടെ രക്ഷപ്പെട്ടു, പിന്നെ അങ്ങോട്ട് പോയില്ല, എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ നിരാശയോട് കൂടി വേഗം പോവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ അന്ന് പരിശുദ്ധ കുർബാന കൂടാനുള്ള ആഗ്രഹത്തിലെ ഞാൻ കണ്ട ഒരു ധ്യാന കേന്ദ്രത്തിൽ കുർബാനയുണ്ടെന്ന് പറഞ്ഞ് അവിടെ ബസ് ഇറങ്ങി ആ ധ്യാന കേന്ദ്രത്തിൽ ചെന്നു. അപ്പൊ കുർബാനയ്ക്ക് സമയമായി. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. കുർബാന കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ സെബാസ്റ്റ്യനും അദ്ദേഹത്തിന് 8 കൊച്ചുമക്കളും ജീവിത പങ്കാളിയും ഏറ്റവും മുമ്പിൽ നിന്ന് കുർബാന കൂടുന്നുണ്ടായിരുന്നു. ആള് പഴയ ആ വണ്ണമൊക്കെ മാറി നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. അപ്പൊ കുർബാന ജില്ല വൈദികൻ ഇറങ്ങി വന്ന് ഈ കുഞ്ഞുങ്ങളുടെ തല കൈവച്ച് പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യനുമായിട്ട് വളരെ സ്നേഹപൂർവ്വം സന്തോഷിച്ച് സംസാരിച്ച് അവർ ഒന്നിച്ച് നടക്കുന്നു. ഈ സമയത്ത് എന്നെ കണ്ടു, എന്നോട് കൈവിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ മുറിയുടെ അവിടം വരെ കൊണ്ടാക്കിയിട്ട് സെബാസ്റ്റ്യൻ തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചട എന്തൊരു അത്ഭുതമാണ് ഇത്, നിനക്ക് അലമ്പെടുക്കാനായിരിക്കുന്നല്ലോ. അപ്പം സെബാസ്റ്റ്യൻ ആ രഹസ്യം എന്നോട് പറഞ്ഞു. ഒരു കുമ്പസാരത്തിന്റെ രഹസ്യം, കുമ്പസാര രഹസ്യമല്ല, കുമ്പസാരിക്കാനുള്ള ഒരു രഹസ്യം. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, നമ്മളന്ന് കണ്ടു കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ഒരു രാശിയിലൊക്കെ നടക്കുക എന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് തോന്നി, വൈകുന്നേരം ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നു. ഈ അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അച്ഛനൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, മോനെ നീ ഇപ്പൊ കുമ്പസാരിക്കാൻ ശരിയാക്കിയല്ല, നിർബന്ധമാണെങ്കിൽ ഞാൻ കുമ്പസാരിക്കാം, പക്ഷെ നീ ഒരു നല്ല കുമ്പസാരം നടത്തണം. വെറുതെ ഇങ്ങനെ അച്ഛനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ ഒരു തോന്നലോട്ട് കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. നീ കൃത്യമായിട്ട് നീ ചെറുപ്പം മുതലുള്ള എല്ലാ പാപങ്ങളും എഴുതി വെച്ച് ഓർമ്മിച്ച് 2-3 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. ഞാനിപ്പോ ഇവിടെ ഉണ്ട്, എപ്പോ വന്നാലും ഞാൻ സംസാരിപ്പിക്കാം, അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിലോട്ട് പോവുകയും ചെയ്തു. പിന്നെ വീട്ടിൽ വന്ന് അദ്ദേഹം അച്ഛനെ അനുസരിച്ച് ചെറുപ്പം മുതലുള്ള എല്ലാ പാവങ്ങളും ഒരു പേപ്പറിലോട്ട് എഴുതി കൃത്യമായിട്ട് ഓർമ്മിച്ച് എഴുതി പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നു അച്ഛനോട് പറഞ്ഞു. അങ്ങനെ ഒരു നല്ല കുമ്പസാരം വളരെ സമയമെടുത്ത് കുമ്പസാരിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിച്ച് അങ്ങനെ ഒരു വലിയ സുഹൃത്തുക്കളെ. പിന്നെ ഒരു ദിവസം കുർബാനയ്ക്ക് കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും. അങ്ങനെ ഒരു ആത്മമിത്രങ്ങളെ പോയ സമയത്താണ് ഞാനിങ്ങനെ കാണുന്നത്. പെട്ടെന്ന് ഞാനിങ്ങനെ ഓർക്കുകയാണ്. പിന്നെ ഞങ്ങൾ പരസ്പരം ഈ കാര്യം പങ്കുവെക്കുകയാണ്. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ എത്ര എല്ലാവരുടെയും കാര്യം നമുക്കറിയത്തില്ല, പലരും ചെയ്യുന്ന കാര്യം ഇടവകയിലാണ് കുമ്പസാരിക്കുന്നത്. പരിചയമുള്ള അച്ഛനോട് പൂർണ്ണമായിട്ട് കുറ്റം നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയാൻ പലർക്കും സാധിക്കത്തില്ല, എനിക്കും സാധിച്ചിട്ടില്ല. അപ്പൊ ഈ സെബാസ്റ്റ്യൻ പറഞ്ഞു എനിക്കും അങ്ങനെ ആയിരുന്നു. പിന്നെ എല്ലാവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പോയി പരിശുദ്ധ കുർബാന സ്വീകരിക്കും. എന്നാൽ ഇതേക്കുറിച്ചൊരു ബോധ്യം കിട്ടുകയും നല്ലൊരു കുമ്പസാരം നടത്തുകയും ചെയ്താൽ മാത്രമേ ഇതിന്റെ പവിത്രത ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും അത്ഭുതകരമായ അവർണ്ണനീയമായ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും അതുപോലെ കുമ്പസാരിക്കാനൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ആത്മശോധന ചെയ്ത് കർത്താവിനെ കണ്ടെത്താൻ പരിപൂർണമായിട്ട് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കർത്താവിൻ്റെ കൽപ്പന
കർത്താവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ ബുദ്ധി തെളിയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെടുന്നത്, നമ്മൾ സജീവമായി കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തി ഉപസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ രോഗം പോലെ സൗഖ്യപ്പെടുന്നു, മാനസികവും ശാരീരികവും ആത്മീയവുമായ കുറവുകൾ പരിഹരിക്കപ്പെടുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നും താങ്ങിക്കൊള്ളുമെന്ന് സങ്കീർത്തനം 55:22 നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം വിശുദ്ധ അഗസ്തീനോസിന്റെ ചരിത്രം അറിയാം. ഭാവിയായിരുന്ന അഗസ്തീനോസ് തിരുസഭയിൽ മതബോധയിൽ ഉണക്കപ്പെടുന്ന വിശുദ്ധനാണെങ്കിൽ മറ്റെല്ലാം അറിയത്തെ നമുക്കറിയാം. ഇന്ന് സഭയിലെ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന് അറിയപ്പെടുന്ന അങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചിരിക്കുന്നത് പാവിനിയായിരുന്ന മക്കളെല്ലാം അറിയത്തിനാണ്. അങ്ങനെ നമുക്ക് പല വിശുദ്ധരെ കുറിച്ച് അറിയാം, പലരെ കുറിച്ച് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്കും പ്രയോജനപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിത് ഇങ്ങോട്ട് പറയുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ പറയുന്നു, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നു, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും വരുത്. ക്രൈസ്തലോ, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെ ഉള്ളപ്പോൾ നിങ്ങൾ അന്വേഷിക്കുവിൻ. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയുന്നു. അങ്ങനെ തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്ന കർത്താവെ, നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് നമ്മളെ കർത്താവ് ക്ഷണിക്കുകയാണ്. പലരും പല വ്യക്തികളും പറയുന്നുണ്ട്, അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഞാൻ ഈ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കാൻ ഒരു 10-11 വർഷം ഒരു കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇടവകയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചകളിൽ വലിയ വചന പ്രഭാഷണവും ഏകദിന കൺവെൻഷനും ഒക്കെ ഉണ്ട്. അപ്പം വചന പ്രഭാഷകരായ വൈദികരെയോ അൽമായ പ്രേക്ഷിതരെയൊക്കെ കൂട്ടാനായിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ കാറ് കൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അവർ പലരും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു ആശ്രമത്തിലേക്ക് പോകണം. അങ്ങനെ കുമ്പസാരിച്ചിട്ടാണ് അവർ ഈ വചനപ്രഭാഷണം കയറുന്നത്. ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ്, ഇതൊന്നും എല്ലാവരോടും പറയാവുന്ന കാര്യമില്ല. പക്ഷെ ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു മാതൃകയായിട്ട് അനേകരുണ്ട്, നമ്മളത് അറിയത്തില്ല. അങ്ങനെ കുമ്പസാരം എന്ന വലിയ മഹത്തായ ഉദാശ സ്വീകരിക്കുവാനും അത്യുന്നതമായ ദൈവത്തിൻ്റെ ജീവന്റെ അപ്പം സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ അമൂല്യമായ കർത്താവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനും നമ്മൾ യോഗ്യരായാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ ജീവിതം സന്തോഷകരമാവും. ഒരു കുറ്റമില്ലാത്ത പാവമില്ലാത്തൊരു വ്യക്തിയായി തീർന്നാൽ നമുക്ക് ആരുടെയും മുഖത്ത് നോക്കാനും ഏത് കാര്യങ്ങളിൽ നിർമ്മലമായ ഒരു തീരുമാനം എടുക്കുവാനും നമുക്ക് സാധിക്കും. പ്രതിബന്ധങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, പ്രലോഭനങ്ങളുണ്ടാകാം. അവിടെയെല്ലാം പിടിച്ചു നിൽക്കാനും നമ്മളെ അറിയാത്തവർ പക്ഷേ നമ്മളെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോഴും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഹൃദയം നിഷ്കളങ്കതയോടെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.